മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് 3 മാസത്തെ വാടക അനുവദിച്ചു. 2.4 കോടിയാണ് വാടക അനുവദിച്ചത്. ഈ മാസം 22-നാണ് തുക അനുവദിച്ച ഉത്തരവിറങ്ങിയത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് KN ബാലഗോപാൽ തുക അനുവദിച്ചത്. കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇത്. ഹെലികോപ്റ്റർ അത്രയേറെ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ തീർത്തും ദൂരത്തായി മാറുകയാണ് പിണറായിയുടെ ഈ യാത്ര. ഹെലികോപ്റ്ററിന്റെ 3 മാസത്തെ വാടക ആവശ്യപ്പെട്ട മെയ് 6-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പണയം അടിയന്തരമായി അനുവദിക്കാൻ മെയ് 15-ന് മുഖ്യമന്ത്രി KN ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത്. 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക. ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത്. അതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു. ധനവകുപ്പ് 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതിയില്ലാതെ മാറാം. നിലവിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് മാറാൻ പ്രത്യേക അനുമതി വേണം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി 5 ലക്ഷമാക്കി കുറച്ചത്. ചില ഘട്ടങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു. CPM യോഗങ്ങളിലെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടി പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കിയ ഹെലികോപ്റ്റർ ആശയം വീണ്ടും പൊടിതട്ടിയെടുക്കുകയായിരുന്നു. നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നത് എന്ന വിമർശനമുയരുന്നത്. കോവിഡ് പ്രതിസന്ധിക്കിടെ 2020-ലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. വൻതോതിൽ ആക്ഷേപമുയർന്നതോടെ 1 വർഷത്തിന് ശേഷം ആ കരാർ പുതുക്കിയില്ല. 2.5 വർഷത്തിന് ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നുവെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. മാസം 20 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടത്. അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ നൽകണം. പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്ക് യാത്ര ചെയ്യാം. 3 വർഷത്തേക്കാണ് കരാർ. പിണറായി സർക്കാർ പവൻ ഹാംസ് കമ്പനിയിൽ നിന്ന് 22.21 കോടി രൂപ ചെലവഴിച്ച ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായിരുന്നില്ല.